എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശും അബിയും ജയനും അവരെല്ലാരും കൂടെ അങ്ങനെ മലയ്ക്ക് പോവാണ്. അങ്ങനെ കെട്ട് നിറച്ച് മലയ്ക്ക് പോയതിനു ശേഷം നവിയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ജാനകി പറഞ്ഞു, എന്നാലും അവൾമാർ രണ്ടുപേരും ഇവിടെ ഇല്ലാതായല്ലോ, ആ അനാമികയും നയനെ, അവൾമാരും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു പറയാണ്. ഈ സമയത്തെങ്കിലും ഭർത്താക്കന്മാരെ കെട്ടി നിറച്ചു പോകുന്ന സമയത്ത് അവൾമാർ ഇവിടെ വേണ്ടതല്ലേലും ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ നയനമോള് നേരത്തെ പോയതല്ലേന്ന് ചോദിക്കണം. എന്നാൽ നയനയുടെ കാര്യം പോട്ടെ, അവൾക്ക് എന്തോ വയ്യായികയെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ അനാമികയെങ്കിലും ഇവിടെ വേണ്ടതല്ലായിരുന്നോ? കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ജലജ. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, അതെ, നിന്റെ മകനും മലയ്ക്ക് പോയിട്ടുണ്ട്, ഈ സമയത്ത് വേണം നീ കുത്തിത്തിരിപ്പും പരിപാടി ഉണ്ടാക്കാനായിട്ട്. പോയി വല്ല നാമം ചോദിച്ചോണ്ട് അവിടെ ഇരിക്കാൻ നോക്ക്, അവൾ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം നവി എന്ന് ജലജയോട് ചോദിച്ചു, കിട്ടിയോ? ആവശ്യമുള്ള കിട്ടിക്കഴിഞ്ഞപ്പോ സമാധാനമായല്ലേ, വെറുതെ എന്തിനാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ജലജ പറഞ്ഞു, എനിക്കറിയാം, നിനക്കല്ലെങ്കിലും അവനെ കണ്ണെടുത്താൽ കാണത്തില്ലോ. അതെ, എനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ലാത്തതുകൊണ്ടല്ല, അവന്റെ കയ്യിലിപ്പ് അതായതുകൊണ്ട്. മലയ്ക്ക് പോവാൻ മാല ഇട്ട് കഴിഞ്ഞെങ്കിലും നന്നായിട്ട് വ്രതം നോറ്റ് പോകണമായിരുന്നു. ഇതിപ്പോ അങ്ങനെയാണോ എന്ന് ചോദിക്കണം. പിന്നെ എന്റെ മോൻ നല്ല ഡീസന്റ് ആന്ന് പറയണ. പിന്നെ അവൻ ഡീസന്റ് ആണ് പോലും, നന്നായിട്ട് വ്രതം എടുത്തിട്ട് അവൻ പോയത്, അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് കേട്ടത് നവി പറഞ്ഞു, പിന്നെ നന്നായിട്ട് വ്രതം എടുത്തിട്ട് പോയി പോലും, അവനാണോ നന്നായിട്ട് വ്രതം എടുത്ത് പോയത്? അവന്റെ വ്രതമൊക്കെ എന്റെ ഫോണിനകത്ത് കിടപ്പുണ്ട്, അത് ഞാൻ കാണിക്കണമെന്ന് ചോദിക്കുവാണ്. ഇതും പറഞ്ഞിട്ട് നവ്യ അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് നവ്യ പൂജാമുറി പോയി പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ കാത്തോണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. കാരണം അഭിയാണെങ്കിൽ നല്ല രീതിയിൽ വ്രതമൊക്കെ എടുത്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് നവ്യയുടെ മനസ്സിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നവ്യ എന്നപ്പോ മുത്തശ്ശി എന്താ മുളന്ന് നിൽക്കുക. അത് പിന്നെ മുത്തശ്ശി, അഭിയുടെ കാര്യം അറിയാലോ, അവനാണ് ശരിക്കും നോയമ്പൊന്നും നോറ്റിട്ടില്ല, അങ്ങനെയൊന്നും നോക്കാതെ അവൻ പോയിരിക്കുന്നേ. അവൻ നമ്മളെ അങ്ങനെ പറഞ്ഞേ അല്ല, അവന് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നന്നായിട്ട് വ്രതമൊന്നും എടുത്തിട്ടില്ല, അവന്റെ സ്വഭാവം അറിയാവുന്നതാണല്ലോ. അതറിയാം മോളെ, അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടെന്ന് പറയണം. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ, അവന്റെ സ്വഭാവം ഇങ്ങനെയാ, അവൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാ. ഇതിനു മുമ്പ് അവൻ മലയ്ക്ക് പോയിട്ടുണ്ട്, പക്ഷെ അവൻ എന്താ ചെയ്യുന്നേ, ആ മലയ്ക്ക് പോകുന്ന 2 ദിവസം മുമ്പ് മാല ഇട്ടിട്ട് പോവുക ചെയ്യുന്നത്. അവനങ്ങനെ വ്രതമൊന്നും പിടിക്കാറില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ 60 ദിവസം വ്രതം എടുത്തെന്നൊക്കെ പറയണേ. ഇത് കേട്ടെന്ന് നവ്യ പറഞ്ഞു, അതിനകത്തൊന്നും ഒരു കഥയില്ല മുത്തശ്ശി, അവൻ അങ്ങനെ വ്രതം പിടിക്കുന്നവനല്ല, അവൻ അത്ര വലിയ വ്രതമൊന്നും പിടിച്ചിട്ടില്ല, അതെനിക്ക് നന്നായിട്ടറിയാം, അതിൻ്റെതായ ഒരു ഭയം ഉണ്ടെന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, അയ്യപ്പ സ്വാമി കാത്തോളൂ എന്ന് പറയാ, അല്ല നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവനവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലേ. വ്രതം എടുത്ത് പോകേണ്ട കാര്യത്തിന് വ്രതം എടുത്ത് പോവുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അയ്യപ്പസ്വാമി അതിനുള്ള ശിക്ഷ കൊടുക്കണേന്ന് പറയാണ്. നവ്യക്ക് അതോടെ കേട്ടുകഴിഞ്ഞപ്പത്തിനും വല്ലാത്തൊരു സങ്കടമൊക്കെ ആയി. ഒന്നുമല്ലേലും ഭർത്താവാണ്, എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, അയ്യപ്പസ്വാമിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യ ആയിട്ടല്ലേ ഈ വ്രതമൊക്കെ എടുക്കാതെ അങ്ങോട്ടേക്ക് പോകുന്നേ. ആ ഒരു ചിന്ത നവ്യയുടെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നവ്യ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നയനയുടെ ഫോൺ വരുന്നത്. നയനെ വിളിച്ചിട്ട് ചോദിച്ചു, അവര് പോയോ മുത്തശ്ശാന്ന് ചോദിക്കാം. അവര് പോയിന്ന് പറയണ. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, മോളും കൂടെ ഇവിടെ വേണ്ടായിരുന്നു പറയണ. ഇത് കേട്ടത് നയന പറഞ്ഞ, സാരമില്ല മുത്തശ്ശി, ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനിയിപ്പം ആദർശേട്ടൻ പോയിട്ട് വരട്ടെ, അതിന് ശേഷം ഞാനും കൂടെ വരാന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് മോളും കൂടെ വരണം കേട്ടോ എന്ന് പറയാണ്. അല്ല, അവൻ നോയമ്പൊക്കെ തെറ്റിച്ചെന്ന് പറയുന്നത് കേട്ടല്ലോ മുത്തശ്ശി എന്ന് പറയണം. അത് പിന്നെ എന്ത് ചെയ്യാനാ നയന മോളെ, അവന്റെ സ്വഭാവം എങ്ങനെയാന്ന് പറയാണ്. ഇത് കേട്ടതും നയനയ്ക്കൊരു ടെൻഷൻ, ദൈവമേ ഇനി വല്ല അപകടം എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുമോ അബിക്ക്. അബിയുടെ കാര്യം പറയാൻ പറ്റില്ല, അവന് ഇതിനു മുമ്പ് പോയ സമയത്തും അവന് മല ചവിട്ടാനായിട്ട് പറ്റിയില്ല, അവന്റെ കയ്യിലിരിപ്പോണ്ട അത് ഇത്തവണ എങ്ങനെയായി തിരുന്നറിയത്തില്ല. പിന്നെ നന്നായിട്ട് നോയമ്പെടുത്ത് പോയിട്ടുള്ളതാണല്ലോ കൂടെയുള്ളത്, ചിലപ്പം അവരുടെ ബലത്തിൽ അവന് പോകാനായിട്ട് സാധിച്ചിരിക്കും എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ഓരോരുത്തരും നമുക്ക് പറഞ്ഞ് നേരെയാക്കാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ തല്ലി നേരെയാക്കാനായിട്ട് പറ്റില്ലല്ലോ, പ്രായം ഇതായില്ലേ, ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയരുത്, അവനവന് പറ്റില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനകത്തേക്ക് തലയിടുകയും ചെയ്യരുത്. ഇതിപ്പം അവൻ എന്തോ വലിയ കാര്യം ചെയ്യാനെന്ന മട്ടിലല്ല ഇങ്ങനെയൊക്കെ ചെയ്തേ, ദേവേനിക്ക് വേണ്ടിയിട്ടാണ് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടേന്ന് നോയമ്പെടുത്തേന്നൊക്കെയല്ലേ അവൻ പറഞ്ഞുകൊണ്ട് നടക്കണേ എന്നൊക്കെ പറയാ. ഇത് കേട്ടത് നയന പറഞ്ഞു, സാരമില്ല മുത്തശ്ശ, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നയന പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ഭഗവാനെ ഒരാപത്തിലും പെടുത്താതെ
അവരെ അങ്ങോട്ട് എത്തിച്ച് തിരികെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം മുത്തശ്ശൻ മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇതുപോലുള്ളതൊന്നും ഇവിടെ ഉണ്ടായല്ലോ. അല്ലെങ്കിൽ തന്നെ ജലജയുടെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ. അനാഥയാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇന്ന് വരെ അവളെ ഒരു കാര്യത്തിൽ ഒഴിവാക്കി നിർത്തിയിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ അവളും അവളുടെ മോനും എന്തൊക്കെയാ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ രീതിക്കനുസരിച്ചാ പോവേണ്ടത്. പക്ഷെ അവരെന്നെ കാണിച്ചുകൊണ്ടിരിക്കണേ. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. ഇത്ര നാളായി, ഇന്ന് വരെങ്കിൽ അവന് ഇവിടെ ജനിച്ചു വളർന്നവനാ. പക്ഷെ ഇവിടുത്തെ സ്വഭാവമായിട്ട് അവന് അഡ്ജസ്റ്റ് ചെയ്യാതെ പോകാൻ പറ്റിയിട്ടില്ല. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനെന്ന് പറയാം, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലെന്ന് ചോദിക്കുകയാണ്. ഈ അനന്തപുരി തറവാടിന് അതിൻ്റെതായ കുറെ ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും കാലമായിട്ടും ഇന്ന് വരെ അവനോ അവന്റെ അമ്മയ്ക്കോ അത് മനസ്സിലായിട്ടില്ലെന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോൾ അത് മനസ്സിലാവുമെന്നും തോന്നുന്നില്ല. ഇത്രയും കാലമായിട്ട് മനസ്സിലാത്ത കാര്യം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മനസ്സിലാവുമെന്ന് ചോദിക്കാം. മുത്തശ്ശൻ പറഞ്ഞു, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഈ പോക്കോട് കൂടിയിട്ട് അവൻ നേരെ ആയാലോ. മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ ആയാൽ മതിയായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും ഈ പോക്കോടോട് തീർന്നാൽ മതിയായിരുന്നു. കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ആദർശമോനും അനിയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നോയുമ്പോൾ നോറ്റാ പോയിരിക്കുന്നേ. അവരുടെ പ്രാർത്ഥന അയ്യപ്പസ്വാമി കേൾക്കാതിരിക്കില്ലെന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, അബിക്കാണെങ്കിലും മല ചവിട്ടാൻ പറ്റിയാൽ മതിയായിരുന്നു. അബിയുടെ സ്വഭാവം വെച്ച് അതിന് പറ്റുമെന്ന് തോന്നില്ല. കാരണം എല്ലാ തവണയും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അവൻ നോയമ്പെടുക്കത്ത് ഒന്നുമില്ല. അവസാനം അവന് എന്തേലും കാരണം കൊണ്ട് അവന് മല ചവിട്ടാൻ കഴിയാതെ വരും എന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, ഇത്തവണയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു പറയാണ്. ഈ സമയം അബിയും ജയനും ആദർശവും ഒക്കെ അങ്ങനെ പോവാണ്. അങ്ങനെ എരുമേലി കൊണ്ടുപോയി വണ്ടിയിട്ട് അവിടെ നിന്ന് നടന്നു പോകാനായിട്ടാ. അങ്ങനെ അവിടെ കൊണ്ടുപോയി വണ്ടിയിട്ടു. ഇനി കുറെ ദൂരം നടക്കണം, നമുക്കിനി കുറച്ചുകൂടെ നടന്നു പോകാമെന്ന് പറയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുവാണ്, നടക്കുവാണ്. നടക്കുന്ന സമയത്ത് അബി പറഞ്ഞു, എൻ്റെ കാല് നല്ല മസിൽ കയറിയിട്ടുണ്ട്, എനിക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ടത് അനി പറഞ്ഞു, അതെ, അഭിയേട്ടൻ നടന്നു കഴിയുമ്പോഴത്തേന് ശരിയായിക്കോളും. അല്ലെങ്കിൽ അഭിയേട്ടൻ രാവിലെ എക്സസൈസ് ഒന്നും ചെയ്യാൻ പോവാറില്ലല്ലോ. വീട്ടിൽ തന്നെ ഒരേ ഇരിപ്പല്ലേ, രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ നടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മസിൽ കയറും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയാം. ഇത് കേട്ടതും അഭി പറഞ്ഞു, പിന്നെ അതുകൊണ്ടൊന്നും അല്ലാന്ന് പറയാണ്. ആദർശം ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ദൂരം നടക്കാം. ചില കാടിനുള്ളിലൊരു ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോവാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് നടക്കുവാണ്. ഈ സമയത്ത് രേവതിയും അനാമികയും സംസാരിച്ചുകൊണ്ടിരിക്കണം. അനാമിക പറഞ്ഞു, അച്ഛൻ പോയിട്ട് ഇതിലായിട്ട് വന്നില്ല അമ്മയെന്ന് പറയാണ്. വരട്ടെ മോളെ, അല്ല രാവിലെ പോയതല്ലേ, പോയിട്ട് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. അച്ഛൻ ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കാണാനുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. എന്നാലും മോളെ നീ ഈ സമയത്ത് അവിടെ പോകണ്ടായിരുന്നു പറയണേ. എന്തിന്? അല്ല കെട്ടുമുറുക്കി പോവല്ലേ. പിന്നെ അവന്റെ ഒരു കെട്ടുമുറുക്ക് ഞാൻ പറയണില്ല. അവനെ വന്നുവെന്ന് എനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ലാതെ വന്നു കഴിയുക. അപ്പോഴാണ് അവന്റെ ഒരു കെട്ടുമുറുക്ക്. ഇനിയിപ്പൊ അതിന് പോകാത്ത കുഴപ്പം കൂടെ ഉള്ളെന്ന് പറയാം. അല്ല ആ വീട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും. പിന്നെ ഞാനൊരു വീട്ടുകാരെ ബോധിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. അവനെന്റെ കർണത്തടിച്ചവനാ മലിക്കുവോ മാലയിട്ട സമയത്ത്. എന്നിട്ട് അവന്റെ കെട്ടുനിറ കൂടാണ്ട് ഞാൻ പോണമല്ലേ. അതിന്റെ ഒരു കുഴപ്പം കൂടി ഇനിയുള്ളൂ. അമ്മയ്ക്ക് വേറൊരു പണിയില്ലേ എന്നൊക്കെ രേവതിയോട് പറയണം. രേവതി പറഞ്ഞു, അല്ല മോളെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അമ്മ ഇനി കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ആ നന്ദു അടിക്കുന്ന കണ്ടിട്ട് പോലും അനങ്ങാൻ നിന്നവൻ അവന്. പിന്നെയാണ് ഞാൻ ഇനി അവനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ ഒപ്പം നിൽക്കുന്നത്. വേറെ പണിയൊന്നും ഇല്ലാന്ന് പറയണേ. അപ്പോഴേക്കും വേണു അങ്ങോട്ട് വന്ന് ഇറങ്ങുവാണ്. വേണു വന്നപ്പോഴത്തേനും അനാമി ഓടിച്ചെന്ന് ചോദിച്ചു, എന്താ വെച്ചാ കാര്യങ്ങളൊക്കെ? എല്ലാം ഓക്കെ എന്ന് പറയണം. അവൾക്കിട്ട് കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. പെട്ടെന്ന് അനാമിക ഒന്ന് വേണിന്റെ കവളത്തൊക്കെ നോക്കുകയാണ്. അച്ഛന്റെ കവളത്ത് പാടൊന്നുമില്ലല്ലോ. പിന്നെ എന്നെ തൊട്ട് അവള് വിവരം അറിയും. അവളെ പൊളിച്ചടിക്കിട്ടുണ്ട്. അവളോട് പറഞ്ഞിട്ടുണ്ട് മേലാല് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാന്ന്. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, നിങ്ങൾക്ക് 2 കൊടുത്തിട്ട് വരാൻ വരായിരുന്ന മനുഷ്യ, നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചേ? വേണു പറഞ്ഞു, എടി നമ്മളിവർക്ക് വെറുതെ എന്തിനാ ഇങ്ങനെ ചീള് കേസിനെ കൊടുക്കുന്നേ? അവൾക്ക് ഇട്ടവളെ കൊടുക്കാനായിട്ട് അവളെ പഞ്ഞിക്കിടാനായിട്ട് വേറെ ആൾക്കാരുണ്ടെന്ന് പറയണം. ഇത് കേട്ടത് ഇത് അനാമി ചോദിച്ചു, അല്ല ആരാ അച്ഛ അന്ന് ചോദിക്കുക? അതൊക്കെ അതിനൊക്കെയുള്ള ആൾക്കാരെ ഞാൻ ഏർപ്പാടായിക്കോളാം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. അധികം വൈകാതെ അവളെ ഞാൻ അങ്ങോട്ട് കിടത്തുമെന്ന് പറയണം. അനാമി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ കാഴ്ച കാണാൻ ഞാൻ പോവച്ചാ. എനിക്ക് ആ കാഴ്ച പോയി കാണണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി കണ്ടുകൊണ്ടിരിക്കുമെന്ന് പറയണം. അവളങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച അങ്ങനെ കിടന്നു കഴിയുമ്പോൾ എനിക്ക് അവളെ പോയി വെല്ലുവിളിക്കണമെന്ന് പറയാം. വേണു പറഞ്ഞു, മോളതിനെ തയ്യാറായിട്ടിരുന്നു. അധികം വൈകാതെ അവൾക്കിട്ട് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും. അതിനുള്ള ആൾക്കാരെയൊക്കെ ഇപ്പൊ തന്നെ ഞാൻ ഏർപ്പാടാക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ വേണു അങ്ങോട്ട് കയറി പോവാണ്. അനാമയ്ക്ക് ഇതിലിപ്പോ ഒരു സന്തോഷം കിട്ടാനില്ല. ഈ സമയം ആദർശൊക്കെ കാടിന്റെ അവിടെ അമ്പലത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ചു എരുമേലില്. അതിനുശേഷം നടക്കാൻ തുടങ്ങുകയാണ്. ഈ സമയം അഭി പറഞ്ഞു, എനിക്ക് ഒരിടം നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ
കുറച്ചുകൂടെ കഴിയുമ്പോൾ കാലിൻ്റെ വേദനയൊക്കെ മാറി കഴിയുമ്പോഴത്തേനും എരുമേലിയിൽ നിന്ന് ഏതെങ്കിലും ബസ് കിട്ടുവാണെങ്കിൽ ഞാനവിടെ പമ്പയെ വന്ന് ഇറങ്ങിക്കോളാം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജയൻ പറഞ്ഞു, അല്ലടാ അബി, നീ ഞങ്ങളോട് വരുന്നില്ലേ? അപ്പം ഞാൻ എങ്ങനെയാ വരുന്നത് വെല്ലിച്ച? എനിക്ക് നടക്കാൻ ഒരിടം നടക്കാൻ പറ്റില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രയും കൂടെ മുടങ്ങും, ഇടയിലും അല്ല വഴിയിലും ഇല്ലാത്തൊരവസ്ഥ വരും, പിന്നെ എന്നെ എടുത്തോണ്ട് പോകേണ്ട ഒരു അവസ്ഥ വരും എന്ന് പറയണം. ഇത് കേട്ടത് അനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അഭിയേട്ടൻ വരാതിരിക്കുന്നത് നല്ലത്. അഭിയേട്ടന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ യാത്രയും കൂടെ മുടങ്ങൂലോ, അതുകൊണ്ട് വേണ്ടാന്ന് പറയണം. ഇത് കേട്ടോ അഭി പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങളിപ്പം നടന്നു അങ്ങോട്ട്, ഞാനും കൂടെ എത്തിയേക്കാം, ഞാൻ വല്ല വണ്ടിക്കും വന്നോളാന്ന് പറയണം. തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, എൻ്റെ കാലിന് നല്ല വേദനയുണ്ട്, ആ ഊന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആദർശ് പറഞ്ഞു, എന്നാ അച്ഛാ നമുക്ക് പോയേക്കാം, അവൻ വരട്ടെ എന്ന് പറയണം. പിന്നെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അജയൻ അങ്ങോട്ട് വരുവാണ്. ഇനിയിപ്പം നിനക്ക് വരാൻ പറ്റില്ല, നീ ഇവിടെ തന്നെ ഇരുന്നോണം, പറഞ്ഞ കേട്ടല്ലോ അയ്യപ്പ സ്വാമീനെ നാമം ചോദിച്ചോണ്ട് നീ ഇവിടെ തന്നെ ഇരുന്നോണം എന്ന് പറയാ, വേദന കുറഞ്ഞില്ലെങ്കിൽ. ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അപ്പൊ തന്നെ പറയും നിന്നോട് നോയമ്പെടുക്കാൻ പറഞ്ഞാൽ നീ കൃത്യമായിട്ട് എടുക്കത്തില്ല, അതുകൊണ്ടൊക്കെ എങ്ങനെ കൃത്യമായിട്ട് നോയമ്പൊക്കെ എടുക്കുമായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നം ആവില്ലായിരുന്നു, നിനക്ക് മല ചവിട്ടാൻ സാധിച്ചേനം എന്ന് പറയണം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇളയച്ച, നിങ്ങൾ പോയിട്ട് വരാൻ പറയാണ്. അങ്ങനെ അവര് അയ്യപ്പസ്വാമിയുടെ നാമം ചൊല്ലിക്കൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം അഭി അവിടെ ഇങ്ങനെ ഇരിക്കുക, വേദനയുണ്ട് കാലിന് നല്ലേ. ഇനി താൻ നടന്നു പോകാനായിട്ട് കൊള്ളാം, നല്ല ബെസ്റ്റ്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇരിക്കാം, ഇവങ്ങനെ രാത്രിയിൽ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങാം. ഈ സമയം ഒരാളങ്ങോട്ട് വന്നിരിച്ചു, എന്താ സമയം എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അതൊരു സമയമായിരുന്നു, അത് പിന്നെ കാലിന് നല്ല വേദന, കാലിന് മസിൽ പിടിച്ചിട്ടുണ്ട്. ആണോ, അങ്ങനെയാണോ, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ തിരുമ്മി തരാമെന്ന് പറയാണ്. സ്വാമി റെസ്റ്റ് എടുത്തോളാൻ പറയണം. അങ്ങനെ അയ്യപ്പൻ ആ സ്വാമി തിരുമിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഭി ഇങ്ങനെ ആസ്വദിച്ച് കിടക്കോ, കൊള്ളാം, രാത്രി മൊത്തം അവനിങ്ങനെ തിരുമിക്കൊണ്ടിരിക്കട്ടെ. രാവിലെ ആയി കഴിയുമ്പോഴത്തേനും എഴുന്നേറ്റ് സ്ഥലം പറഞ്ഞു ഇവിടുന്ന്, അതോടുകൂടി കാര്യങ്ങളൊക്കെ തീരുമാനവും. പിന്നല്ല, ഇനിയിപ്പോൾ താൻ ഒരിടത്തേക്കും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഭയങ്കര സന്തോഷത്തോടെ ഞാൻ കിടക്കുക. അഹങ്കാര വർത്താനാ പറയണേ. അങ്ങനെ പിറ്റേ ദിവസം നേരം എടുത്തു, കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അയ്യപ്പന്മാരെയൊന്നും കാണുന്നില്ല. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അബിയുടെ ഇരുമുടിക്കെട്ട് കാണുന്നില്ല, അബിയുടെ വാച്ച് കാണുന്നില്ല, പോക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൈസയും കാണുന്നില്ല. അബിക്ക് കാര്യം മനസ്സിലായി, പെട്ടുപോയല്ലോ എൻ്റെ ഭഗവാനെ നിർത്തുണ്ട്. എൻ്റെ അയ്യപ്പസ്വാമി, എൻ്റെ പേഴ്സ്, എൻ്റെ പൈസ, അങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ അവരെ ആരെയും കാണുന്നില്ല. അങ്ങനെ ഒരു കാടിനകത്തുള്ളൊരു അമ്പലമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഇത്തിരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തെ ഒരു സ്വാമി ഇരിക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഇവിടെ. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. സ്വാമി, അവിടെ കുറച്ച് സ്വാമിമാരുണ്ടായിരുന്നല്ലോ, അവരെ ആരെയും കണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ സ്വാമി കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു, ജീവൻ വേണം വിട്ടോളം കൈ കൊണ്ട് കാണിക്കുകയാണ്. സ്വാമി, എൻ്റെ പേഴ്സും പൈസയൊന്നും കണ്ടില്ല. അപ്പത്തിൻ്റെ കത്തി ഇങ്ങ് എടുക്കണം അയാള്. അത് ശരിക്കുള്ള സ്വാമിയൊന്നും ആയിരുന്നില്ല അവര്, കാരണം അവിടെ കൊള്ളയടിക്കാൻ വന്ന കൊള്ള സംഘങ്ങളായിരുന്നത്. പക്ഷെ ഈ പറയുന്ന അബിക്ക് അത് അറിയില്ലല്ലോ. പിന്നീട് കത്തി എടുത്ത് ചൂടിക്കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അബി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അബി പറഞ്ഞു, എൻ്റെ അയ്യപ്പസ്വാമി, ഇത് കാടിനകത്തുള്ള അമ്പലമാണ്, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല, പൈസയില്ല, ഫോണില്ല, ഒരു സാധനവും ഇല്ല, കാടിനകത്താണ്, എങ്ങോട്ട് പോയാലും എവിടെ നിന്ന് ആപത്ത് വരുന്നത് പറയാനും പറ്റില്ല. അങ്ങനെ അബി അങ്ങോട്ട് നടക്കുവാണ്. ഇച്ചിരി അങ്ങ് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് ഒരു വയ്യായ്ക തോന്നുവാണ്, കാരണം നടന്നു മടുത്തു. ഒരിടത്തൊരു വഴി പോലും കാണുന്നില്ല. എൻ്റെ അയ്യപ്പസ്വാമി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നെ പരീക്ഷിക്കരുത്, ഞാൻ അടുത്ത പ്രാവശ്യം നന്നായിട്ട് നോയമ്പ് നോറ്റി ആ മല ചവിട്ടിയേക്കാം, കള്ളനോയമ്പൊന്നും എടുക്കത്തില്ല. അങ്ങനെ ക്ഷമാപണം നടത്തുവാണ് അയ്യപ്പസ്വാമിയുടെ. പിന്നീട് നോക്കിക്കഴിയുമ്പോഴത്തേനും ഒരു വഴി കണ്ടു, ആ വഴിയുടെ അവിടെ വന്ന് നിൽക്കുവാണ്. ഇനി എങ്ങോട്ട് പോകണം നടത്തില്ല, വല്ല ആനയും ചവിട്ടി കൊല്ലും മിക്കവാറും. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ അത് സംഭവിക്കും, തനിക്ക് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ പറ്റില്ലെന്നുള്ള സത്യം അബി തിരിച്ചറിയുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. അബിക്കയുടെ നല്ല 8ന്റെ പണി തന്നെ അയ്യപ്പസ്വാമി കൊടുക്കുകയാണ്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.